നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ ഇന്നലെ ന്യൂസിലാൻഡ് ശ്രീലങ്കയോട് ജയിച്ചതോടെ പാകിസ്ഥാന് കിട്ടിയത് മുട്ടൻ പണിയാണ്. വെറുതെ ജയിക്കുകയല്ല, 61 റൺസിൻ്റെ വമ്പൻ വിജയമാണ് ന്യൂസിലാൻഡ് സ്വന്തമാക്കിയത്. അതോടുകൂടി നെറ്റ് റൺ റേറ്റിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ന്യൂസിലാൻഡാണ് ഇപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് സെമി ഫൈനലിലേക്ക് കടക്കാൻ. ഇംഗ്ലണ്ട് ഓൾറെഡി കടന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാം സ്പോട്ടിന് അവരാണ് പോൾ പൊസിഷനിൽ എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. അപ്പോൾ നിലവിൽ നോക്കുക, ഈ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് കളിച്ച 2 കളിയും ജയിച്ച് 4 പോയിൻറ്റോടെ ഒന്നാം സ്ഥാനത്ത് അവർ സെമി ഫൈനലിലേക്ക് എത്തി. ഇനി നമ്മൾ അവരെ നോക്കണ്ട. രണ്ടാമതുള്ള ന്യൂസിലാൻഡ് 2 കളി, 1 കളി മഴ പെയ്തു പോയി, 1 കളി ജയിച്ചു, 3 പോയിൻറ്റ് പ്ലസ് 3.05 നെറ്റ് റൺ റേറ്റിൽ രണ്ടാമത്. മൂന്നാമതുള്ള പാകിസ്ഥാൻ മഴ പെയ്തു പോയി കിട്ടിയ 1 പോയിൻറ്റ് മാത്രമായിട്ട് നിൽക്കുകയാണ്. നെറ്റ് റൺ റേറ്റ് -0.461 ആണ്. നാലാമതുള്ള ശ്രീലങ്കയ്ക്ക് 2 കളി പോയിൻ്റ് ഇല്ല. അവരിനി സെമി ഫൈനലിൽ എത്തില്ല. അവർ പുറത്തായി കഴിഞ്ഞു. പാകിസ്ഥാനെതിരെ 1 കളി കളിച്ച് അവസാനിപ്പിക്കാം എന്ന് മാത്രം. അപ്പോൾ ചോദ്യം ഇതാണ്, പാകിസ്ഥാൻ ഇനി സെമി ഫൈനലിലെത്താൻ സാധ്യതയുണ്ടോ? പാകിസ്ഥാനോ ന്യൂസിലാൻഡോ ആരായിരിക്കും ഇംഗ്ലണ്ടിനോടൊപ്പം സെമി ഫൈനലിലേക്ക് കടക്കുക? നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അവസാന കളി ശ്രീലങ്കയോട് ജയിച്ചാൽ അവർക്ക് 3 പോയിൻ്റ് ആവും. ഇംഗ്ലണ്ടിനോട് ന്യൂസിലാൻഡ് തോറ്റാൽ അവർക്കും 3 പോയിൻ്റ് തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നെറ്റ് റൺ റേറ്റ് പരിശോധിക്കും. അങ്ങനെ നെറ്റ് റൺ റേറ്റ് പരിശോധിക്കുമ്പോൾ നിലവിലെ അവസ്ഥയിൽ പാകിസ്ഥാന് മുന്നോട്ട് കയറുക എന്നുള്ളത് പാടാണ്. കടന്നു പോകണമെങ്കിൽ വലിയ രൂപത്തിലുള്ള ഒരു വ്യത്യാസം അവർ അവസാന കളിയിൽ നെറ്റ് റൺ റേറ്റിൽ വരുത്തേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാൽ പിന്നെ പാകിസ്ഥാൻ ഒന്നും അറിയേണ്ടതില്ല, അവർ പുറത്താണ്. എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് ജയിച്ചാൽ അവർക്ക് 5 പോയിൻ്റ് ആവും. അവരാവും ഗ്രൂപ്പിൽ ഒന്നാമത്. ഇംഗ്ലണ്ട് 4 പോയിൻറ്റും കൊണ്ട് 2ാം സ്ഥാനത്തിൽ കയറിപ്പോവും. ഇംഗ്ലണ്ട് ഓൾറെഡി കയറിയതാണ്. പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം പാകിസ്ഥാൻ ജയിച്ചാലും പാകിസ്ഥാന് 3 പോയിൻ്റ് വരും, പാകിസ്ഥാൻ പുറത്താവും. അപ്പോൾ ആകെയുള്ള പാകിസ്ഥാൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനോട് തോൽക്കണം. ആ കളിക്ക് ശേഷമാണ് പാകിസ്ഥാൻ ശ്രീലങ്ക കളിയുള്ളത്. അപ്പോൾ പാകിസ്ഥാന് വേണമെങ്കിൽ നെറ്റ് റൺ റേറ്റിൽ ആ ഒരു കുറവ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കയറാനുള്ള സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് ആകെ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ഘടകം. പക്ഷേ അങ്ങനെ എളുപ്പത്തിൽ ആ നെറ്റ് റൺ റേറ്റിൻ്റെ കടം തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. നമ്മൾ കാൽക്കുലേഷൻ നോക്കുകയാണ്. ESPN ക്രിക്കറ്റ് ഇൻഫോ കൃത്യമായിട്ട് ആ ഒരു കാൽക്കുലേഷൻ തരുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശദീകരിക്കുകയാണ്. ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെതിരെയുള്ള കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഒരു 180 റൺസ് എടുത്താൽ ന്യൂസിലാൻഡിനെ 30 റൺസിനെങ്കിലും പരാജയപ്പെടുത്തണം. എന്നിട്ട് പാകിസ്ഥാൻ ശ്രീലങ്കയെ 40 റൺസിന് പരാജയപ്പെടുത്തുകയാണെങ്കിൽ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു 70 റൺസിൻ്റെ എങ്കിലും വ്യത്യാസം ഈ റിസൾട്ടുകളുടെ മാർജിനിൽ ഈ 2 കളികൾ കൊണ്ട് പാകിസ്ഥാൻ അനുകൂലമായി സംഭവിച്ചെങ്കിലേ അവർക്ക് നെറ്റ് റൺ റേറ്റ് മികച്ച രൂപത്തിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരു തരത്തിൽ നോക്കിയാൽ ന്യൂസിലാൻഡാണ് ഫസ്റ്റ് ബാറ്റ് എന്ന് വിചാരിക്കുക ഇംഗ്ലണ്ടിനെതിരെ. അപ്പോൾ ഒരു 150 റൺസ് ന്യൂസിലാൻഡ് എടുത്താൽ ഇംഗ്ലണ്ട് അത് 17 ഓവറിൽ ചേസ് ചെയ്യണം. ആർക്ക് വേണ്ടി? പാകിസ്ഥാന് വേണ്ടി 17 ഓവറിൽ ഇംഗ്ലണ്ട് അത് ചേസ് ചെയ്യുകയും വേണം. പാകിസ്ഥാൻ സെയിം ടാർഗറ്റ് ശ്രീലങ്കയ്ക്കെതിരെ ചേസ് ചെയ്യുകയാണെങ്കിൽ 14.4 ഓവറുകളിൽ മറികടക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് ഈ നെറ്റ് റൺ റേറ്റ് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് അത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു കണക്കാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. അതായത് എറൗണ്ട് 70 റൺസിൻ്റെ ഒരു ഡിഫറൻസ് വരുത്തണം ഈ 2 കളികളിലെ റിസൾട്ട് മാർജിൻ കൊണ്ട്. എങ്കിലും മാത്രമാണ് നെറ്റ് റൺ റേറ്റ് ശരിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നുകൂടി വിശദമായിട്ട് നോക്കിയാൽ, ഇപ്പോൾ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ചേസ് ചെയ്യുകയാണെന്ന് വെച്ചോ, 1 ഓവർ മാത്രം ബാക്കി നിർത്തിയിട്ടാണ് ഇംഗ്ലണ്ട് ജയിക്കുന്നതെങ്കിൽ പാകിസ്ഥാന് 61 റൺസ് പാകിസ്ഥാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 61 റൺസിന് ജയിക്കണം. സെക്കൻഡ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 13.5 ഓവറുകളിൽ ചേസ് ചെയ്യണം. ഇനി ഇംഗ്ലണ്ട് 3 ഓവറുകൾ സ്പെയർ ചെയ്തുകൊണ്ടാണ് കളി അവസാനിപ്പിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ 46 റൺസിന് ജയിക്കണം, അല്ലെങ്കിൽ 15.1 ഓവറുകളിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തണം. ഇനി ഇംഗ്ലണ്ട് 5 ഓവറുകൾ സ്പെയർ ചെയ്തുകൊണ്ടാണ് ജയിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ ശ്രീലങ്കയ്ക്കെതിരെ 28 റൺസിന് ജയിക്കണം ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ. രണ്ടാമത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 16.5 ഓവറുകളിൽ ചേസ് ചെയ്യണം. ഇനി ഇംഗ്ലണ്ട് 7 ഓവറുകൾ ബാക്കി വെച്ചാണ് ജയിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്ത് ജയിക്കുന്നെങ്കിൽ 9 റൺസിന് ജയിക്കണം, അല്ലെങ്കിൽ ചേസ് ചെയ്യുകയാണെങ്കിൽ 19 ഓവറുകളിൽ ചേസ് ചെയ്യണം. ഇനി ഇംഗ്ലണ്ട് ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ
ഇംഗ്ലണ്ട് 1 റൺസിനാണ് ജയിച്ചതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ 68 റൺസിന് ജയിക്കണം. അല്ലെങ്കിൽ 13.3 ഓവറുകളിൽ ചേസ് ചെയ്യണം. അതായത് ഈ ഒരു അറൗണ്ട് 70 റൺസിൻ്റെ ഒരു വ്യത്യാസം വരുത്തണം എന്നർത്ഥം. ഇംഗ്ലണ്ട് 20 റൺസിനാണ് ജയിക്കുന്നതെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ 50 റൺസിന് ശ്രീലങ്കയെ തോൽപ്പിക്കണം. ഈ 70ൻ്റെ കണക്ക് നിങ്ങൾക്ക് അവിടെ കൃത്യമായി കിട്ടും. അല്ലെങ്കിൽ 14.5 ഓവറുകളിൽ ചേസ് ചെയ്തെടുക്കണം. ഇനി ഇംഗ്ലണ്ട് 40 റൺസിനാണ് ജയിക്കുന്നതെന്ന് വെച്ചോ. പാകിസ്ഥാൻ 30 റൺസിന് ജയിക്കണം. അല്ലെങ്കിൽ 16.4 ഓവറുകളിൽ ചേസ് ചെയ്യണം. ഇനി ഇംഗ്ലണ്ട് 60 റൺസിനാണ് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുന്നതെന്ന് വെച്ചോ. പാകിസ്ഥാൻ 11 റൺസിന് ജയിക്കണം. അതല്ല രണ്ടാമത് ബാറ്റ് ചെയ്യുന്നെങ്കിൽ ശ്രീലങ്കയ്ക്കെതിരെ 18.5 ഓവറുകളിൽ ചേസ് ചെയ്തെടുക്കണം. എത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു സെനാരിയോ ആണ് പാകിസ്ഥാൻ്റെ മുന്നിലേക്ക് ഇന്നലെ ന്യൂസിലാൻഡ് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസും ഒക്കെ ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നറിയോ? ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനോട് തോൽക്കണം. അതല്ല ഇതൊക്കെ കണക്ക് കൂട്ടി പഠിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച പാകിസ്ഥാൻ എടുക്കുന്ന ചട്ടിയും കലം എന്ന് പറഞ്ഞ് പുറത്തു പോകേണ്ട അവസ്ഥയുണ്ടാവും. ചുരുക്കത്തിൽ പാകിസ്ഥാൻ പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.